മുംബൈയിൽ നിന്ന് തിരിച്ച് കറാച്ചി വഴി ഫ്രാങ്ക്ഫർട്ട്, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം വാർത്താ ചാനലുകൾ സജീവമല്ലാതിരുന്ന കാലത്തുപോലും ഇന്ത്യക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ച ഇന്ത്യൻ വ്യോമസേനാ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ അധ്യായം 17 മണിക്കൂർ നീണ്ട ദുരന്തത്തിന് തുടക്കം കുറിച്ചത് 1986 സെപ്റ്റംബർ 5 കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു. ഈ ദുരന്തത്തിൽ ജീവനക്കാരും യാത്രക്കാരുമടക്കം 379 പേർ ഉണ്ടായിരുന്ന വിമാനത്തിൽ 20 പേർക്ക് ജീവൻ നഷ്ടമാകുകയും 120 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മനുഷ്യന്റെ ധീരതയ്ക്ക്, പ്രതിരോധത്തിന്റെ ഐതിഹാസിക ചെറുത്തുനിൽപ്പിന് രാഷ്ട്രീയവും മതപരവുമായ അതിർവരമ്പുകളില്ലെന്ന് മിർജ ഫാനോട്ട് എന്ന വിമാന ഉദ്യോഗസ്ഥ തെളിയിക്കുന്നു. ഒരു സാധാരണ വ്യക്തിക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കഴിയും എന്നുറക്കെ പറയാൻ കഴിയുന്ന ജീവിതം. മുംബൈയിൽ നിന്ന് പുറപ്പെട്ട പാൻ ആം ഫ്ലൈറ്റ് 73 കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടുത്ത യാത്രയ്ക്കായി തയ്യാറെടുക്കുന്ന സമയം എയർപോർട്ട് സെക്യൂരിറ്റി ഗാർഡുകളുടെ വേഷം ധരിച്ച് 4 തീവ്രവാദികൾ വിമാനത്തിനുള്ളിൽ കയറി വിമാനം റാഞ്ചി. ലക്ഷ്യം തങ്ങൾക്കാവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് വിമാനം പറത്തി സൈപ്രസിലും ഇസ്രായേലിലും തടവിൽ കഴിയുന്ന പാലസ്തീൻ തീവ്രവാദി തടവുകാരെ മോചിപ്പിക്കുകയും വിമാനത്തിലുണ്ടായിരുന്ന അമേരിക്കൻ പൗരന്മാരെ വധിക്കുക എന്നതുമായിരുന്നു. വിമാനത്തിനകത്ത് വെടിവയ്പ് കേട്ട് റാഞ്ചൽ തിരിച്ചറിഞ്ഞ നിർജ കോക്പിറ്റ് ക്രൂവിനെ വിവരമറിയിക്കുന്ന ഹൈജാക്ക് കോഡ് ബട്ടൺ അമർത്തി. ഈ മുന്നറിയിപ്പ് തീവ്രവാദികൾ അറിയും മുമ്പ് കോക്പിറ്റിൽ എത്തുകയും അടുത്ത നിമിഷത്തിൽ അടിയന്തര പ്രോട്ടോകോൾ അനുസരിച്ച് അമേരിക്കക്കാരായ 3 കോക്പിറ്റ് ജീവനക്കാരും കോക്പിറ്റിലെ ഓവർഹെഡ് ഹച്ച് വഴി വിമാനത്തിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടതോടെ തീവ്രവാദികളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിരുന്നു തകർന്നത്. അതോടെ അവർക്കാവശ്യമുള്ള സ്ഥലത്തേക്ക് വിമാനം പറത്താനുള്ള സാധ്യത ഇല്ലാതായി. അവർ രക്ഷപ്പെട്ടതോടെ വിമാനത്തിന്റെ ഉത്തരവാദിത്തം സീനിയറായ നിർജയ്ക്കായി. പ്രതിസന്ധി ഘട്ടത്തിൽ വിമാനത്തിന്റെ കമാൻഡറായി നിർജ. കോക്പിറ്റ് ക്രൂ രക്ഷപ്പെട്ടതോടെ വിമാനം പൂർണ്ണമായും തീവ്രവാദികളുടെ നിയന്ത്രണത്തിലായി. അമേരിക്കൻ പൗരന്മാരെ ലക്ഷ്യമിട്ട അവർ ഒരു ഇൻഡോ അമേരിക്കൻ പൗരനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. തന്റെ ജീവനേക്കാൾ വലുതാണ് യാത്രക്കാരുടെ ജീവൻ എന്ന തിരിച്ചറിവിൽ അമേരിക്കക്കാരുടെ പാസ്പോർട്ട് ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയ തീവ്രവാദികളുടെ ആവശ്യത്തെ നീർജയും മറ്റു ക്രൂ അംഗങ്ങളും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കത്തിലൂടെ തീവ്രവാദികളുടെ കണ്ണിൽ പെടാത്ത വിധം 19 അമേരിക്കൻ പാസ്പോർട്ടുകൾ സീറ്റിനടിയിലും ഡസ്റ്റ് ബിന്നുകളിലുമായി ഒളിപ്പിച്ചു. അങ്ങനെ അമേരിക്കൻ യാത്രക്കാരെ തിരഞ്ഞുപിടിച്ചു കൊല ചെയ്യുവാനുള്ള തീവ്രവാദികളുടെ അടുത്ത പദ്ധതിയും നീർജയുടെ തന്ത്രപരമായ നീക്കത്താൽ തകർന്നു. വിമാനത്തിന് പുറത്ത് പാകിസ്ഥാൻ കമാൻഡോകൾ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുക്കുമ്പോൾ അകത്ത് അസാധാരണമായ ധൈര്യത്തോടെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൗത്യത്തിലായിരുന്നു നീർജ. അമിതമായ സമ്മർദ്ദത്തിലും ഭയമില്ലായ്മ അവരെ ഭരിച്ചു. യാത്രക്കാർക്ക് ആത്മവിശ്വാസം നൽകാനും കൂടുതൽ ആക്രമണങ്ങൾ ഒഴിവാക്കുവാനും തീവ്രവാദികളുടെ ശ്രദ്ധ തിരിക്കുവാനും നീർജ പരമാവധി ശ്രമിച്ചു. സ്വന്തം ജീവൻ സേഫാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും യാത്രക്കാരുടെ ജീവന് കൂടുതൽ പ്രാധാന്യം നൽകി അവൾ. 17 മണിക്കൂർ നീണ്ട റാഞ്ചലിൽ അപ്രതീക്ഷിതമായി വിമാനത്തിൽ വൈദ്യുതി പെട്ടെന്ന് നിലച്ചത് തീവ്രവാദികളെ പരിഭ്രാന്തരാക്കി. ആശയക്കുഴപ്പത്തിലായ അവർ യാത്രക്കാർക്ക് നേരെ വെടിവയ്പ് തുടങ്ങി. അവസരം മുതലാക്കിയ നിർജ എമർജൻസി വാതിൽ തുറക്കുകയും യാത്രക്കാരെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. യാത്രക്കാർ തിരക്കിട്ട് പുറത്തേക്ക് പോകുമ്പോൾ 3 കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയ തീവ്രവാദികളെ കണ്ട നിർജ ഒട്ടും മടിച്ചു നിൽക്കാതെ കുട്ടികൾക്ക് മറയായി, രക്ഷകയായി വെടിയുണ്ടകൾ സ്വയം ഏറ്റുവാങ്ങി രക്തസാക്ഷിയായി. തന്റെ 23ാം പിറന്നാളിന് 2 ദിവസം മുമ്പ് മാത്രമായിരുന്നു നിർജയുടെ ധീരമായ മരണം. ഒരു എയർ ഹോസ്റ്റസ് എന്ന നിലയിൽ ലഭിച്ച പരിശീലനത്തിനുമപ്പുറം സ്വന്തം ജീവൻ ത്യജിച്ച് കുട്ടികളുടെ ജീവൻ സേഫാക്കിയ നിർജയുടെ ധീരതയ്ക്ക് സമാനതകളില്ല. അവരുടെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മിർജ ഫാനോട്ടിന്റെ അസാമാന്യ ധീരതയ്ക്ക് ദേശീയ അന്തർദേശീയ ബഹുമതികൾ ലഭിച്ചു. ദ ഹീറോയിൻ ഓഫ് ദ ഹൈജാക്കായി ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ട നിർജയ്ക്ക് 1987 രാജ്യം ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായ അശോക ചക്ര മരണാനന്തര ബഹുമതിയായി നൽകി ആദരിച്ചു. ഇന്ത്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ വനിതയും 2003 വരെ ഈ ബഹുമതി ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും മിർജ ഫാനോട്ടായിരുന്നു. 2004 ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ധീരതയുടെ സ്മരണയ്ക്കായി അവരുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 1987 പാകിസ്ഥാൻ അവരുടെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ തംഗ-എ പാകിസ്ഥാൻ നിർജയ്ക്ക് നൽകി അവളുടെ ത്യാഗത്തെ പ്രകീർത്തിച്ചു. 2005
അമേരിക്കൻ സർക്കാർ ജസ്റ്റിസ് ഫോർ ക്രൈംസ് അവാർഡ് മരണാനന്തര ബഹുമതിയായി നൽകി ആദരിച്ചു. മകളുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും സാമൂഹിക സേവനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നീർജയുടെ മാതാപിതാക്കൾ നീർജ ഫാനോട്ട് പാനാം ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ ട്രസ്റ്റ് വർഷം തോറും 2 പ്രധാന അവാർഡുകൾ നൽകി വരുന്നു. ഭയത്തെ സ്വന്തം മനക്കരുത്ത് കൊണ്ട് അതിജീവിച്ച് 359 ജീവനുകൾ രക്ഷിക്കാൻ നീർജയ്ക്ക് സാധിച്ചു. മാധ്യമപ്രവർത്തകനായിരുന്ന ഹരീഷ് ഫാനോട്ടിന്റെയും രമ ഫാനോട്ടിന്റെയും മകളായി 1963 സെപ്റ്റംബർ 7 ചണ്ഡിഗഡിലാണ് നീർജ ജനിച്ചത്. ചണ്ഡിഗഡിലെ സെക്രഹട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് കുടുംബം മുംബൈയിലേക്ക് മാറിയപ്പോൾ ബോംബെ സ്കോട്ടിഷ് സ്കൂളിൽ തുടർ പഠനം. സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് ആകസ്മികമായി മോഡലിംഗ് രംഗത്തേക്ക് വന്നു. 1985 നരേഷ് മിശ്രയുമായി വിവാഹം. എന്നാൽ ഈ ബന്ധം വളരെ ഹ്രസ്വവും ദുരിതപൂർണവുമായിരുന്നു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദം നേരിട്ട നീർജ അസഹനീയമായ പീഡനങ്ങളെ തുടർന്ന് 2 മാസത്തിനുള്ളിൽ ബന്ധം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലെത്തി. ജീവിത ആഘാതങ്ങളിൽ തളരുന്നതിനു പകരമായി കൂടുതൽ നിശ്ചയദാർഢ്യവും സ്വാതന്ത്ര്യവും നേടി അടിച്ചമർത്തലുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും നീർജ പഠിച്ചു. വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം പുതിയ കരിയർ മാർഗം തേടി. പാൻ ആം വിമാന സർവീസ് 1985 ഫ്രാങ്ക്ഫോർട്ട് മുതൽ ഇന്ത്യ വരെയുള്ള വിമാന സർവീസുകളിൽ ഇന്ത്യക്കാരായ ക്യാബിൻ ക്രൂവിനെ തേടുന്ന പരസ്യത്തിൽ നീർജ അപേക്ഷിക്കുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1986 സെപ്റ്റംബർ 5 പാൻ ആം ഫ്ലൈറ്റ് 73 റൺ ചെയ്യപ്പോൾ നീർജ ഈ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിരുന്നു. ചില ജീവിതങ്ങൾ ഒരു തീപ്പൊരി പോലെയാണ്. അവ ഹ്രസ്വമാണെങ്കിലും എക്കാലവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വെളിച്ചം അവശേഷിപ്പിക്കുന്നു. 1986 സെപ്റ്റംബർ 5 വെറും 23 വയസ്സുള്ള ഒരു എയർ ഹോസ്റ്റസ് ഭീകരവാദികൾ തട്ടിയെടുത്ത വിമാനത്തിൽ 359 യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകി. എന്റെ ജോലി എനിക്ക് ജീവനേക്കാൾ വലുതാണ് എന്ന് ആരും പറയാൻ മടിക്കുന്ന ഇക്കാലത്ത് സ്വയം സുരക്ഷയെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ഒരു നിമിഷത്തെ തീരുമാനത്തിലൂടെ 100 കണക്കിന് ആളുകൾക്ക് വേണ്ടി നിലകൊണ്ട നീർജ. മരണഭയം നിറഞ്ഞ അന്തരീക്ഷത്തിലും നീർജ ശാന്തത കൈവിട്ടില്ല. ഭീകരരുമായി സംസാരിക്കുമ്പോഴും സഹപ്രവർത്തകരുമായി ആംഗ്യഭാഷയിൽ ആശയവിനിമയം നടത്തുമ്പോഴും യാത്രക്കാർക്ക് ധൈര്യം നൽകുമ്പോഴും അവർ പ്രകടിപ്പിച്ച ആത്മനിയന്ത്രണം അത്ഭുതകരമാണ്. യഥാർത്ഥ ധീരത എന്നാൽ ഭയമില്ലായ്മയല്ല, മറിച്ച് ഭയത്തെ കീഴടക്കി ശരിയായത് ചെയ്യാനുള്ള മനസ്സാണ് എന്ന് നീർജ തെളിയിച്ചു. സുഹൃത്തുക്കളെ, വിമാനത്തിനുള്ളിലെ ഭീകരരെ നേരിടുന്നത് മാത്രമല്ല ധീരത. നിങ്ങളുടെ ജോലിസ്ഥലത്തെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള, നിങ്ങളുടെ സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതും സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതും സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നതുമെല്ലാം ധീരത തന്നെയാണ്. നീർജ എന്ന ദീപം അണഞ്ഞിരിക്കാം, പക്ഷെ ജീവത്യാഗം ചെയ്ത് അവർ തെളിച്ച ആ വെളിച്ചം നമ്മുടെ എല്ലാം ഉള്ളിലും എപ്പോഴും ഉണ്ടാകണം. ഓരോ പ്രതിസന്ധിയിലും ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന ചോദ്യത്തിന് നീർജയുടെ ധീരമായ മറുപടി നമുക്കൊരു വഴികാട്ടിയാണ്. ഓർക്കുക, നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല കാര്യം, നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതിലാണ്. നീർജ ഫാനോട്ട് എന്ന ധീരവനിത ജീവിച്ച 23 വർഷം 359 പേരുടെ ജീവിതത്തിന് പുതിയ പ്രഭാതങ്ങൾ നൽകി. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നീർജ ഫാനോട്ട് എന്ന ധീരവനിതയുടെ ജീവിതകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.